മലയാളികളുടെ സ്വർഗമായ ദുബായിൽ അറബികളോടൊപ്പം ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം നാട്ടിൽ ഒരു വെടികൊണ്ട പന്നിയെ പോലെ നടക്കേണ്ടി വന്ന കഥ. അത് വല്ലാത്തൊരു കഥയാണ്. എല്ലാ പ്രവാസികളെ പോലെ എനിക്കും വളരെ ബേസിക് ആയിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ വീടെന്ന് പറയുന്നത് പലർക്കും ഒരു ഇമോഷനാണോ, അതിൽ നമുക്ക് മാത്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മീൻ വൈൽ മൈ മദർ 3 പ്രാവശ്യം തുപ്പ്. അവനോടൊപ്പത്തെ കാശുണ്ടാക്കുന്നുണ്ടെന്ന് ഈ വീട് കണ്ടാ പറയണം. പുര നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് മറ്റു ചില ആഗ്രഹങ്ങളും കൂടി ഉണ്ട്. മസാജിന് എവിടെ പോവാറ്? ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഐ എം ഓൾ ഇൻ. ഇവിടെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് നൈറ്റ്. ഈടാ ഇവളുമാരൊക്കെ പോക്കേസാ. ബൈ ദ വേ, ഇത് പപ്പേട്ടൻ, പത്മരാജൻ. അടുപ്പിക്കാൻ കൊള്ളാവുന്ന ഏക ബന്ധു. ആകെയുള്ളൊരു കുഴപ്പം പുള്ളി അല്പം തന്തവൈവാണ്. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ അവർ ഓൾഡ് സ്കൂൾ പേരൻസ് ആൻഡ് റിലേറ്റീവ്സ് സൈഡ് നിനക്ക് ഇത് തന്നെയുടെ പണി. ഇതൊരു തരത്തിൽ ശരിയാവൂല. അമ്മ വേറെ സൂപ്പർ പെങ്കോച്ചന്റെ മക്കൾക്ക് കണ്ടുപിടിച്ചു തരും. പണി പാളി പപ്പേട്ടാ. ലാലേട്ടൻ്റെ മിഥുനവും വരവേൽപ്പും കൂടെ ഒരുമിച്ച് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും? പൊറോട്ട അടിക്കുന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ വീട് കുശം കൊണ്ടുവന്നിരിക്കുന്നത്. 8-10 ലക്ഷം രൂപ കൂടുതലായി പോകും. പപ്പേട്ട ഞാൻ ഇവിടെ കാലൂത്തി അന്ന് മുതൽ ഓരോരുത്തരായിട്ട് എന്നെ ഊറ്റി പിഴിഞ്ഞോണ്ടിരിക്കുക. പകുതി എത്തി നിൽക്കുന്ന പ്രണയവും പണി തീരാത്ത വീട്, ചുറ്റിലും പണി തരാൻ കാത്തിരിക്കുന്ന കുറെ പേര്. അതാണ് അവസ്ഥ. കൂടെ നിൽക്കണം, നടത്തി തരണം. വിനോദ, നീ വേറെ ആര് വേണേലും നോക്കൂ, എന്നെ കിട്ടില്ല. പപ്പേട്ടാ, ഒരു മിനിറ്റ്. Don't touch me, okay?